അഡ്വക്കേറ്റ് പ്രേംരാജനിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് പ്രേംരാജൻ, ഈ കുട്ടിയുടെ മൊഴി കണക്കിലെടുത്ത് മാത്രമാണ് കോടതി പത്മരാജൻ മാഷെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. ആ മൊഴിയിലാകെ 127 ഇടങ്ങളിൽ പൊരുത്തക്കേട്, പരസ്പര വിരുദ്ധത ആണ് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ഇത് തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളതറിയാം. IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അന്വേഷിച്ച കേസാണ്. പക്ഷെ പിന്നീടത് ഒരു ഇടത് സംഘടന അനുകൂല നേതാവ് ഈ കേസ് അന്വേഷിക്കുകയാണ്. പോലീസ് അസോസിയേഷൻ്റെ ഒരു നേതാവ് കേസ് അന്വേഷിക്കുകയാണ്. പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ CPMൻ്റെ സ്ഥാനാർത്ഥിയാകുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ഉദ്യോഗസ്ഥൻ എത്തുന്നതോടെയാണ് ഒരു തെളിവും ഇല്ലാതിരുന്ന ഈ കേസിൽ എന്തൊക്കെയോ കള്ളത്തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ എത്തുന്നതും. ഈ ഒരു കേസിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് പ്രതിഭാഗം ഈ ഫാബ്രിക്കേഷൻ എങ്ങനെയാണ് നേരിട്ടത്? ഞാൻ പറയാം. തുടക്കത്തിൽ ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിച്ചു. അദ്ദേഹം ഒരാഴ്ചത്തെ അന്വേഷണത്തിൽ തന്നെ 12ഓളം വസ്തുതാ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്പെക്ടർ അന്വേഷിച്ചു. 1 മാസത്തോളം അദ്ദേഹത്തിന് തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്നാണ് ഈ ഏഷ്യാനെറ്റ് ചാനലിൽ ഈ കുട്ടിയുടെ അതിജീവിതയുടെ ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ഒരു ഇന്റർവ്യൂ നടത്തുകയും ഇത് വലിയ രീതിയിൽ വിവാദമാക്കുകയും തുടർന്ന് ഈ അധ്യാപകനെ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഏപ്രിൽ 15-ന്. കാരണം മാർച്ച് 17-നായിരുന്നു FIR ഇടുന്നത്. ഏപ്രിൽ 15-നായിരുന്നു അറസ്റ്റ്. പിന്നീട് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അന്ന് യുവമോർച്ചയുടെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് ആയ മറ്റൊരു അധ്യാപകൻ, ഇനി പേര് പറയുന്നതിന് എനിക്ക് തെറ്റില്ല എന്ന് തോന്നുന്നു, മനോജ് മാസ്റ്റർ, അദ്ദേഹത്തിനെ പ്രതിയാക്കാൻ വേണ്ടി ഈ കേസിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു. ഈ കുട്ടിയുടെ മാതാവ് 2/5/2020 ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട്, കോഴിക്കോട് സൂപ്രണ്ട് ശ്രീ മൊയ്തീൻകുട്ടി സാർ മുമ്പാകെ ഒരു പരാതി നൽകുന്നു. അതായത് കുട്ടി 3ാമത്തെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ പൊയിലൂർ എന്ന സ്ഥലത്ത് കൊണ്ടുപോവുകയും അവിടെ ഒരു മുത്തപ്പൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് വേറെ 5000 നമ്പർ ബുള്ളറ്റിൽ വന്ന ഒരു സുന്ദരനായ ഒരാൾ ഒരു വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും മാഷ് പുറത്ത് കാവൽ നിൽക്കുകയും പീഡിപ്പിച്ചു കഴിഞ്ഞ് ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിയതിനു ശേഷം മാഷ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും സ്കൂളിൽ നിന്ന് മാതാവ് വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇത് വൈരുദ്ധ്യമായ വസ്തുതയായതിനാൽ അന്ന് ക്രൈംബ്രാഞ്ച് DGP അത് പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിച്ച് അന്ന് ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന ഒരു അബ്ദുൾ റഹീം, ഞാൻ അദ്ദേഹത്തെ ഡിഫൻസ് ഭാഗം 3ാം സാക്ഷിയായി കോടതി മുമ്പാകെ വിസ്തരിച്ചിരുന്നു. അദ്ദേഹം ആ തെളിവുകൾ പെറ്റീഷൻ എൻക്വയറി നമ്പർ 7/2020 ആ രേഖ കോടതി മുമ്പാകെ ഞാൻ വിളിച്ചു വരുത്തുകയും അത് ഹാജരാക്കുകയും ചെയ്തു. അദ്ദേഹം ആ കേസിന്റെ അന്വേഷണം നടത്തിയിട്ട് സമയത്ത് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ഇത് പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് ആയ ആരോപണമാണ് എന്നായിരുന്നു. അദ്ദേഹം മനോജ് മാസ്റ്റർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. തുടർന്ന് വിചാരണ വേളയിൽ അതിനുശേഷമാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് അടർത്തി മാറ്റി വീണ്ടും DYSP ശ്രീ TK രത്നകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ തളിപ്പറമ്പ് DYSP ആണ്. അദ്ദേഹം ഒരു കൂട്ടം CPM അനുകൂല സംഘടനയിലെ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഈ കേസിൽ ഇരിക്കുന്നത്. അപ്പൊ ആ അന്വേഷണം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. TK രത്നകുമാർ 2013 ചക്രക്കൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു ലക്ഷ്മണ ജ്വല്ലറി വർക്ക്സ് എന്ന സ്ഥാപനം കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ കേസിൽ അദ്ദേഹം സംഭവസ്ഥലം മാസ്റ്റർ തയ്യാറാക്കാതെ ആ കേസ് അട്ടിമറിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് ഈ പ്രസ്തുത ലക്ഷ്മണൻ എന്ന വ്യക്തി പരാതി നൽകുകയും അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. കാരണം അന്ന് 2013 DYSP അന്വേഷിച്ചിട്ട് ഇദ്ദേഹം സംഭവസ്ഥലം മാസ്റ്റർ തയ്യാറാക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും കേസ് അട്ടിമറിച്ചു, ആ ജ്വല്ലറി മോഷണ കേസ് അട്ടിമറിച്ചു എന്ന് താക്കീത് നൽകിയ ഉദ്യോഗസ്ഥനാണ്. അതിന്റെ രേഖകൾ ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. ആ ഉദ്യോഗസ്ഥനെയാണ് ഈ കേസ് കുറ്റപത്രം നൽകാൻ വേണ്ടി ഈ അന്നത്തെ ഭരണകൂടം ഏൽപ്പിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാം ഈ കേസിൽ എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം വന്നത് എന്ന് നമുക്കൊന്ന് പറയാം.
കാരണം ആദ്യ അന്വേഷണ സംഘം ഈ മാഷിനെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ആ അറസ്റ്റ് ചെയ്ത ആദ്യ അന്വേഷണ സംഘത്തിൽ പിഴവുണ്ടെന്നും അവർ മാഷെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുമായിരുന്നു ആരോപണം. അങ്ങനെയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉന്നത പോലീസ് സംഘത്തിനെ, ഒന്ന് ഞാൻ പറയാം, മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ശ്രീ KV സന്തോഷ് കുമാർ, അദ്ദേഹമാണ് സൂപ്പർവൈസിംഗ് ഓഫീസർ. വയനാട് DYSP ആയിരുന്ന ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് നെക്സ്റ്റ് സൂപ്പർവൈസിംഗ് ഓഫീസർ. പിന്നീട് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായ ശ്രീ മധുസൂദനൻ നായർ, കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ടീമിലുള്ള ഉദ്യോഗസ്ഥന്മാർ, സോഷ്യോ സൈക്കോ കൗൺസിലർമാർ, ആരോഗ്യ നാഷണൽ ഹെൽത്ത് മിഷന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഇവരടങ്ങുന്ന സംഘമായിരുന്നു ഈ കേസിന്റെ അന്വേഷണം ഏപ്രിൽ 27 മുതൽ അന്വേഷണം തുടങ്ങിയത്. അതായത് ആരോപണം നടന്നിട്ട് 1 മാസത്തിന് ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സമയത്ത് കുട്ടി അതിജീവിത പറഞ്ഞ ആരോപണങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നും ശാസ്ത്രീയ തെളിവുകൾക്ക് നിരക്കാത്തതാണെന്നും പ്രഥമ ദൃഷ്ട്യാ അവർക്ക് ബോധ്യപ്പെടുകയും കുട്ടി പറഞ്ഞ തീയതികളിൽ മാറ്റം വരികയും അതനുസരിച്ച് പരിശോധിച്ചു നോക്കുന്ന സമയത്ത് അവർക്ക് ഇതില് മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യം വരികയും അങ്ങനെ കുട്ടിയുടെ അധിക മൊഴി എടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ രേഖകൾ പരിശോധിച്ചു, CCTV പരിശോധിച്ചു, ആരോപിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോയി പരിശോധിച്ചു. എല്ലാം നോക്കുമ്പോൾ വസ്തുതകൾ നോക്കുന്ന സമയത്ത് ഈ ആരോപണങ്ങൾ ഒരിക്കലും ഒരു കോമൺ സെൻസിന്, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ സംഭവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ആ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ 2020 ജൂലൈ 14 അവർ ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം നൽകി. കാരണം മാഷ് 3 മാസം ജയിലിൽ കിടന്നല്ലോ. മാഷ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ കുടുങ്ങും. അങ്ങനെ അവര് സെക്ഷൻ 323 324 JJ ആക്ട്, കുട്ടികളെ മാഷ് അധ്യാപകൻ അടിക്കാറുണ്ട് എന്നുള്ള നിസ്സാരമായ വകുപ്പ് വെച്ച് ഒരു ചാർജ് കൊടുത്തു. മാഷിന് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ലഭിച്ചു. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ലഭിച്ച് 2 ദിവസം കഴിഞ്ഞ ഉടനെ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു, ഈ ജാമ്യം ലഭിച്ചതിൽ ഈ ഇരകൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ കോടതി മുമ്പാകെ ആ സത്യം തെളിയണം, അദ്ദേഹം അപരാധിയാണെങ്കിൽ ആ സത്യം തെളിയണം. അതുകൊണ്ട് ഒരു വനിതാ IPS ഓഫീസറെ ഈ അതിജീവിതയുടെ അധിക മൊഴിയെടുക്കാനും അവരെ ഈ സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലേഴ്സിന്റെയും സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്താനും നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട പോക്സോ കോടതി മുമ്പാകെ ഹർജി നൽകുകയും ആ ഹർജിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പ്രസ്തുത അന്വേഷണ സംഘത്തിൽ ഈ കേസിൽ 37ാം സാക്ഷിയായി വിസ്തരിച്ച ശ്രീമതി IPS ഓഫീസർ ശ്രീമതി രീഷ്മ രമേശിനെ ഉൾപ്പെടുത്തുന്നത്. അവർ കുട്ടിയുടെ 4 അധികം മൊഴികൾ സോഷ്യോ കൗൺസിലറുടെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും ആ മൊഴികളൊക്കെ കുട്ടി ശാസ്ത്രീയമായി തെളിയുന്ന സമയത്ത് ആ മൊഴികളൊക്കെ നിഷേധിക്കുകയും ചെയ്തു. ആ നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തിയ മൊഴികളെല്ലാം ഓഡിയോ വീഡിയോ വഴി റെക്കോർഡ് ചെയ്ത് കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നു. ഞാൻ കോടതി മുമ്പാകെ ക്രോസ് വിസ്താര വേളയിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനായിരുന്നു അത് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ കാരണം? ഉത്തരം പറഞ്ഞു, ആദ്യ മൊഴികൾ, നൽകിയ മൊഴികൾ ഞാൻ നൽകിയിട്ടില്ല എന്ന് പറയുന്നതിനാലാണ് അത് ഓഡിയോ വഴി റെക്കോർഡ് ചെയ്തത് എന്നും അത്തരമൊരു ആരോപണം നേരിടേണ്ട എന്ന് കരുതിയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്തതെന്നും പറഞ്ഞു. തുടർന്ന് ശാസ്ത്രീയ അന്വേഷണം നോക്കിയ സമയത്ത് ഫോറൻസിക് റിപ്പോർട്ട് വന്നു. അതിജീവിതയുടെയും മാതാവിന്റെയും അതുപോലെ സ്കൂളിലെ അധ്യാപകനായ ശരത് മാഷിന്റെയും പത്മരാജ മാഷിന്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോവുകയും ആ ഫോണിൽ ഈ അതിജീവിത ആരോപിച്ച രീതിയിലുള്ള നേക്കഡ് ഫോട്ടോസോ അശ്ലീല എന്തെങ്കിലും ചിത്രങ്ങളോ കാണപ്പെടുകയും ചെയ്തിട്ടില്ല. തുടർന്ന് ആ ആരോപണം നിന്ന് അതിജീവിത പിന്മാറുകയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് കോടതി മുമ്പാകെ ബോധ്യപ്പെടുകയും ചെയ്തു. ശാസ്ത്രീയമായി കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ തെളിയിച്ച സമയത്ത്, മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിയിച്ച സമയത്ത് അതൊക്കെ ഞാൻ പറഞ്ഞതല്ല, അത് ഞാൻ കളവ് പറഞ്ഞതാണ്, അതെല്ലാം ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലേക്ക് പറയുകയും അതുപോലെ കുട്ടിയുടെ കൈ കെട്ടി ഷാള് വായിൽ തിരികെ എന്നുള്ള ആരോപണം പറഞ്ഞു. അത് ഞാൻ മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കില്ല എന്ന് കരുതി പറഞ്ഞതാണ് എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തിരുന്നത്. കോടതി മുമ്പാകെ വിസ്തരിക്കുന്ന സമയത്ത് ശാസ്ത്രീയ തെളിവുകൾ എല്ലാം തന്നെ ഞാൻ അപ്രകാരം പറഞ്ഞിട്ടില്ല, പോലീസ് ഉണ്ടാക്കിയ കഥകളാണ്, കളവാണ് എന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത്. കാരണം ഒപ്പിട്ട മൊഴി ഈ അതിജീവിത ആദ്യം പറഞ്ഞ ബാത്റൂം, ആ ശുചിമുറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് രണ്ടാമത് കാണിച്ച ശുചിമുറി. ഈ 2 ശുചിമുറികളും ഈ കൊയോത്തി അച്ചൂട്ടി സ്മാരക സ്റ്റേജ് ക്ലാസ് റൂം, ഈ ക്ലാസ് റൂമിൽ നിന്ന് അതിത്തിരി ഉയർന്നിട്ടാണ്, സ്റ്റേജ് ക്ലാസ് റൂം ആയതുകൊണ്ട്
അതിന്റെ പാളികളില്ലാത്ത ജനാലയിൽ നിന്ന് കഷ്ടിച്ച് 2 മീറ്റർ മാറിയാണ് 6ഓളം ശുചിമുറികൾ ഈ സംഭവ സ്ഥലം ആദ്യത്തേതായാലും രണ്ടാമത്തേതായാലും അധ്യാപകരും കുട്ടികളും പോകുന്ന മറ്റു 4 ആയാലും എല്ലാം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ വാതിലുകൾ ഇതിനെ ഫേസ് ചെയ്തിട്ടാണ്. ആ ജനൽ അഴികളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൃത്യമായി ബാത്റൂമിലേക്ക് പോകുന്നതും വരുന്നതും കൃത്യമായി വിസിബിൾ ആയിരുന്നു. അത് ഫോട്ടോ വെച്ചു തെളിയിക്കാൻ സാധിച്ചു. പ്രോസിക്യൂഷൻ രണ്ടാമത് അതായത് ആദ്യത്തെ അന്വേഷണ സംഘത്തിനെതിരെ ആരോപണം വന്ന സമയത്താണ് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ IG ശ്രീജിത്ത് സാർ അന്ന് ആരോടോ ടെലിഫോണിൽ ഈ കേസിന്റെ വസ്തുതകൾ പറഞ്ഞു എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണ സംഘത്തിനെ ഒന്നടങ്കം മാറ്റുകയും ഈ രത്നകുമാറിനെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രത്നകുമാറിനെ ഏൽപ്പിച്ച സമയത്ത് അദ്ദേഹം ഒരു സ്കൂളിൽ ഒരു മോക്ക് ക്ലാസ് നടത്തി. 5 കുട്ടികളെ വെച്ച് ഈ ജനാലുള്ളിലൂടെ നോക്കിയാൽ ഈ ബാത്റൂം കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ആ കുട്ടികളെ ആരെയും സാക്ഷിയാക്കിയിട്ടില്ല, അവരെ വിസ്തരിച്ചിട്ടില്ല. ഞാൻ വീഡിയോഗ്രാഫർ ബിൻസ് ജോസ് എന്ന് പറഞ്ഞ വീഡിയോഗ്രാഫർ 31ാം സാക്ഷിയായിട്ട് വിസ്തരിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ബെഞ്ചിൽ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ ഈ അതിൽ പോകുന്ന ജനലും അതായത് അഡ്വക്കേറ്റ് പ്രേംരാജ്, ഇത് ഫാബ്രിക്കേറ്റഡ് ആയ തെളിവുകൾ എല്ലാം വച്ചുകൊണ്ട് കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഈ സംഭവം എന്നുള്ളത് വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങയോട് സുദീർഘമായി സംസാരിച്ചത്